മലയാള സിനിമയിൽ ഒരുപിടി മികച്ച ചിത്രങ്ങൾ ഒരുക്കിയ സംവിധായകനാണ് എം പത്മകുമാർ. രഞ്ജിത്തിന്റെ തിരക്കഥയിൽ അമ്മ കിളിക്കൂട് എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് പത്മകുമാർ സംവിധായക നിരയിലെത്തുന്നത്. ശ്രദ്ധേയങ്ങളായ ഒരുപിടി ചലച്ചിത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച സംവിധായകനാണ് എം പത്മകുമാർ. ജോസഫ്, വാസ്തവം, ഷിക്കാർ, പരുന്ത്, മാമാങ്കം, പത്താം വളവ് തുടങ്ങി അനവധി ചിത്രങ്ങൾക്ക് പിന്നിൽ പത്മകുമാറിന്റെ പേരും മികവുമുണ്ട്. യുവനടനായ പൃഥ്വിരാജിന് സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള പുരസ്കാരം 2016 നേടിക്കൊടുത്ത വാസ്തവം എന്ന ചിത്രം ആരും മറക്കാനിടയില്ല. അതിനുശേഷം ജോസഫിലെ അഭിനയത്തിന് ജോജു ജോർജ് മികച്ച നടനുള്ള പുരസ്കാരത്തിന് അർഹനായി. ഇപ്പോഴിതാ പത്മകുമാർ അണിയിച്ചൊരുക്കുന്ന ഉയിർ എന്ന സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ്. വൗ സിനിമാസിന്റെ ബാനറിൽ സന്തോഷ് ത്രിവിക്രമൻ നിർമ്മിച്ച് എം പത്മകുമാർ സംവിധാനം ചെയ്യുന്ന ഉയിർ മലയാളത്തിലെ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണെന്ന് ഈ ചർച്ചകൾ വെളിവാക്കുകയാണ്. റിലീസിന് മുൻപേ തന്നെ ഉയിർ എന്ന സിനിമ എന്തുകൊണ്ട് ചർച്ചയാവുന്നു എന്നത് അതിന്റെ പിന്നണിയിലെ മികച്ച ടെക്നീഷ്യൻസിന്റെ പേരുകൾ കൊണ്ടുകൂടിയാണ് എന്ന് പറയേണ്ടി വരും. പത്മകുമാർ സംവിധായകനാകുന്ന ഉയിർ എന്ന ചലച്ചിത്രം ഒരുപിടി മികവുറ്റ കലാകാരന്മാരുടെ കൂടി സിനിമയാകുന്നു എന്ന് വ്യക്തം. ഉയിർ എന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം കൈകാര്യം ചെയ്യുന്നത് അജയ് ഡേവിഡ് കാച്ചപ്പിള്ളിയാണ്. അടികപ്പ്യാരെ കൂട്ടമണി, പൊറിഞ്ചു മറിയം ജോസ്, പാപ്പൻ, ഗരുഡൻ, ആഭ്യന്തര കുറ്റവാളി എന്നീ ചിത്രങ്ങൾ അജയ് ഡേവിഡ് കാച്ചപ്പിള്ളി ക്യാമറ ചലിപ്പിച്ച ചിത്രങ്ങളിൽ ഏറെ ശ്രദ്ധേയമായവയാണ്. കുടുംബ ചിത്രങ്ങൾക്കും ത്രില്ലർ ആക്ഷൻ ചിത്രങ്ങൾക്കും ഒരുപോലെ ക്യാമറ കൈകാര്യം ചെയ്ത മികച്ച ഛായാഗ്രാഹകനായി ഇന്ന് മലയാള സിനിമയിൽ തന്റെ സാന്നിധ്യം ഉറപ്പിച്ചെടുത്ത ഛായാഗ്രാഹകനാണ് അജയ് ഡേവിഡ് കാച്ചപ്പിള്ളി. അതുപോലെ തന്നെ മലയാള സിനിമയിലെ മികച്ച ചിത്ര സംയോജകരിൽ ഒരാളാണ് രഞ്ജൻ എബ്രഹാം. ലാൽ ജോസ് സംവിധാനം ചെയ്ത മറവത്തൂർ കനവിലൂടെയാണ് സ്വതന്ത്ര എഡിറ്ററായത്. പിന്നീട് നിരവധി ചിത്രങ്ങൾക്ക് എഡിറ്റിംഗ് നിർവഹിക്കാൻ കഴിഞ്ഞു. അതിലേറെയും വലിയ വിജയങ്ങൾ നേടിയവയാണ്. CID മൂസ, ക്ലാസ്മേറ്റ്സ്, വെറുതെ ഒരു ഭാര്യ, ഹൃദയം, ലയൺ, വർഷങ്ങൾക്ക് ശേഷം, രാവണപ്രഭു, അറബിക്കഥ തുടങ്ങിയവ അതിൽ ഏറെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്. രഞ്ജൻ എബ്രഹാം ഈ ചിത്രത്തിന് പിന്നിൽ ഉണ്ടെന്നത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഉയിർ എന്ന ചിത്രത്തിനു വേണ്ടി ഗാനാലാപനം നടത്തുന്നവരുടെ കൂട്ടത്തിൽ KS ചിത്രയുമുണ്ട്. മലയാളത്തിന് പുറമെ തമിഴിലും നിരവധി ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ചിത്ര തെലുങ്കിലും കന്നഡത്തിലും പാടി തന്റെ സാന്നിധ്യം ഉറപ്പിച്ച ദക്ഷിണേന്ത്യയിലെ മികച്ച ഗായികയാണ്. വൈശാലി, ദേവാസുരം, നഖശതങ്ങൾ, ഒരു വടക്കൻ വീരഗാഥ, തിരുവോണം എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ എന്നും മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഉയിരിലും ഒരു കന്നഡ ഗാനം ഉൾപ്പെടെ ഇമ്പമാർന്ന 2 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ ഷാജി മാറാടിനൊപ്പം തിരക്കഥ രചിക്കുകയും ചിത്രത്തിലെ ഗാനം ആലപിക്കുകയും ചെയ്തിരിക്കുകയാണ് നിഖിൽ K. മേനോൻ. മികച്ച ഗായകനായി കഴിവ് തെളിയിച്ചിട്ടുള്ള നിഖിൽ പാടിയവയിൽ ഏറെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് ദുബായ്, കാക്കക്കുയിൽ, രാവണപ്രഭു, ഫ്ലാസ്ക് എന്നിവ. നിരവധി ഭക്തിഗാനങ്ങളും ലളിതഗാനങ്ങളും പാടിയിട്ടുള്ള നിഖിൽ ആ രംഗത്തും ഏറെ പോപ്പുലറാണ്. യുവതലമുറയിലെ ശ്രദ്ധേയനായ ഗായകനായ സയ്യിദ് ഹിഷാം അബ്ദുൽ വഹാബ് ഉയിരിനു വേണ്ടി പാടുന്നുണ്ട്. ഹൃദയം, ശേഷം മൈക്കിൾ ഫാത്തിമ, തമിഴ് ചിത്രമായ ഖുഷി തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ ഹിഷാമിനെ പുത്തൻ തലമുറക്കാരുടെ ഇഷ്ടഗായകനാക്കി. ഈ ചിത്രത്തിലെ ഒരു ഗാനം ഹിഷാം പാടുന്നുണ്ട്. ഇവർക്ക് പുറമെ മികച്ച നിരവധി സാങ്കേതിക വിദഗ്ധരുടെ സാന്നിധ്യവും ഈ ചിത്രത്തെ ഏറെ ആകർഷകമാക്കുന്നു. പൂർണ്ണമായും ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് ചിത്രം ഒരുക്കുന്നത്. അഴിക്കുംതോറും മുറുകുന്ന നിരവധി കുരുക്കുകൾ ഒളിപ്പിച്ചിരിക്കുന്ന ഈ ചിത്രം മലബാറിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടതാണ്. ഇൻസ്പെക്ടർ അൻഷാദിന്റെ മൂലകഥയ്ക്ക് ഷാജി മാറാടും നിഖിൽ K. മേനോനും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. റോഷൻ മാത്യു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ ശ്രുതി മേനോനാണ് നായികയാകുന്നത്. ഇവരെ കൂടാതെ ബൈജു സന്തോഷ്, അതുല്യ ചന്ദ്രൻ, വിനീത് തട്ടിൽ, ഷാജു ശ്രീധർ എന്നിവരോടൊപ്പം തമിഴ്, മലയാളം ഭാഷകളിൽ ശ്രദ്ധേയരായ ഹരീഷ്, വിനോദ് സാഗർ എന്നിവരും ബോളിവുഡിലെ പ്രമുഖ താരങ്ങളായ സയാമി ഖേറും മഹേഷ് ഷെട്ടിയും കൂടാതെ മാസ്റ്റർ ആര്യൻ S. പൂജാരി, ബേബി മിത്ര സഞ്ജയ് എന്നിവരും പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ഷിബു ചക്രവർത്തി, സന്തോഷ് വർമ്മ എന്നിവരുടെ ഗാനങ്ങൾക്ക് മണികണ്ഠൻ അയ്യപ്പ ഈണം പകർന്നിരിക്കുന്നു. കൂർഗ്, കണ്ണൂർ, തലശ്ശേരി, മുംബൈ, പാലക്കാട്, എറണാകുളം എന്നിവിടങ്ങളിലായിട്ടാണ് ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയിരിക്കുന്നത്. സെഞ്ച്വറി ഫിലിംസാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത്.